എറണാകുളം പൂയംകുട്ടിയിൽ കാട്ടുപോത്തിന്റെ ജഡം കണ്ടെത്തി. കുട്ടമ്പുഴ പുഴയിലൂടെ ജഡം ഒഴുകി നടക്കുന്നു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, പറയൂ. മഴ എറണാകുളത്തിന്റെ നഗര മലയോര മേഖലകളും തീരദേശ മേഖലകളും വലിയ പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു പരിണിത ഫലമായി നമ്മൾ മനസ്സിലാക്കുന്നു. ഈ പൂയംകുട്ടി ആറിന് സമീപമുള്ള വനത്തിനകത്ത് നിന്നാണ് നിലവിൽ ഈ കാട്ടുപോത്തിന്റെ ജഡം കുട്ടമ്പുഴയാറിലേക്ക് ഒഴുകി വന്നിരിക്കുന്നത്. അതിപ്പോൾ പൂയംകുട്ടി ആറ് ദിശയിലേക്ക് ഒഴുകി നടക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. അതായത് വനമേഖലയിൽ ശക്തമായ മഴ ഇതിനോടകം പെയ്യുന്നുണ്ട്. കടുത്ത പ്രതിസന്ധി ആ മേഖലയിലുള്ള ആളുകളടക്കം നേരിടുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. കഴിഞ്ഞ തവണ സമാനമായ രീതിയിൽ ഒരു കാട്ടാനയുടെ ജഡം ഇതേ പ്രദേശത്ത് തന്നെ കണ്ടെത്തിയിരുന്നു. അത് ഇത്തവണ മഴ പെയ്യുമ്പോഴും അതിന് മാറ്റമില്ല. എറണാകുളത്ത് മഴ വലിയ നാശം വിതക്കുകയാണ്. ഇതിനോടകം തന്നെ 182 വീടുകളാണ് ഭാഗികമായി തകർന്നത്. 3 വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. തീരദേശ മേഖലകളിലും വലിയ പ്രതിസന്ധി നേരിടുകയാണ്. അങ്ങനെ മഴ എറണാകുളത്തെ പിടിച്ച് ഉലയ്ക്കുന്നു. വരും മണിക്കൂറിലും മഴ ശക്തമായി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വനമേഖലയോട് ചേർന്ന് താമസിക്കുന്ന ആളുകളോട് കടുത്ത ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ വേനൽക്കാലമാകുന്ന ഘട്ടത്തിലൊക്കെ കാട്ടാനയൊക്കെ ഇറങ്ങി വരുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഈ മഴയാണെങ്കിൽ പോലും കാട്ടുമൃഗങ്ങളുടെ ഒരു ശല്യം വനാതിർത്തി മേഖലയിൽ നിന്ന് ജനവാസ മേഖലയിലേക്ക് എത്തുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ അതുകൂടി ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ആളുകൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ കാട്ടുപോത്തിന്റെ ജഡം അവിടെ നിന്ന് പുഴയിൽ നിന്ന് മാറ്റാനുള്ള ഒരു ശ്രമം വനംവകുപ്പ് ഉടൻ ആരംഭിക്കും. ഓക്കെ, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.